ഹായ്, ഞാൻ സുബിൻ VR. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് പിടിക്കുന്ന ടാക്സിനെയാണ് TDS എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങളുടെ ബാങ്കിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റിന് TDS പിടിക്കാറുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് മുകളിൽ ഡിവിഡൻഡ് വരുമാനം ഉണ്ടെങ്കിൽ അതിന്മേലും TDS പിടിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻകം ടാക്സിന്റെ പരിധിയിൽ വരുന്നില്ലെങ്കിൽ ഇങ്ങനെ TDS പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഫയൽ ചെയ്യേണ്ട ഡിക്ലറേഷൻ ഫോമാണ് ഫോം നമ്പർ 15G അല്ലെങ്കിൽ 15H എന്ന് പറയുന്നത്. 60 വയസ്സിന് താഴെയുള്ള ആളുകളാണ് 15G ഫയൽ ചെയ്യേണ്ടത്. 60 വയസ്സോ അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഫോം നമ്പർ 15H ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫോം നമ്പർ 15G അല്ലെങ്കിൽ 15H എന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷൻ ആണ്. നിങ്ങൾ ഇൻകം ടാക്സിന്റെ പരിധിയിൽ വരുന്നില്ല, അതുകൊണ്ട് ടാക്സ് ഡിഡക്ട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിന്റെ പരിധിയിൽ വരുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും ഫോം നമ്പർ 15G 15H ഫയൽ ചെയ്യരുത്. കാരണം അതൊരു റോങ് ഡിക്ലറേഷൻ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് പലിശ വരുമാനമോ മറ്റു വരുമാനങ്ങളോ ഉണ്ടെങ്കിൽ TDS പിടിക്കാതിരിക്കാനായിട്ട് ഫോം നമ്പർ 15G അല്ലെങ്കിൽ 15H ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ, അതായത് TDS പിടിക്കുന്നതിന് മുൻപേ തന്നെ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഫോം നമ്പർ 15G അല്ലെങ്കിൽ 15Hന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. രണ്ട് ഫോമുകളും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഫോം നമ്പർ 15G അല്ലെങ്കിൽ 15Hന്റെ മോഡൽ വരുന്നത്. ആദ്യം വരുന്നത് നെയിം ഓഫ് ദ അസസി, നിങ്ങളുടെ പേര് തന്നെയാണ് ആദ്യം വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ പാൻ നമ്പർ എഴുതുക. മൂന്നാമത്തെ കോളത്തിൽ സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അവിടെ ഇൻഡിവിജ്വൽ എന്ന് എഴുതുക. നാലാമത്തെ കോളത്തിൽ വരുന്നത് പ്രീവിയസ് ഇയർ ആണ്, നിങ്ങൾ ഏത് പ്രീവിയസ് ഇയറിലേക്കാണ് ഈ ഡിക്ലറേഷൻ നടത്തുന്നത് എന്നാണ്. അവിടെ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് എഴുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 2021-22 ഫിനാൻഷ്യൽ ഇയറിലാണ് ഈ ഡിക്ലറേഷൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ എഴുതേണ്ടത് 2021-22 എന്നാണ്. അഞ്ചാമത്തെ കോളത്തിൽ എഴുതേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഫോം നമ്പർ 15G അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഫോം നമ്പർ 15G 15H സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അവിടെ എഴുതുക, റെസിഡന്റ് എന്ന് എഴുതുക. 6 മുതൽ 14 വരെയുള്ള കോളത്തിൽ നിങ്ങളുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും ഇമെയിൽ ID ഒക്കെയാണ് ചോദിക്കുന്നത്, അത് ഫില്ല് ചെയ്യുക. 15ാമത്തെ കോളത്തിൽ ചോദിച്ചിരിക്കുന്നത് വെദർ അസസ്ഡ് ടു ടാക്സ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് എന്നാണ്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻകം ടാക്സിന്റെ പരിധിയിൽ വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ഇയർ, നിങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇയറിന് തൊട്ട് മുൻപുള്ള 6 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും ഈ 6 വർഷത്തിനിടയിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് നോ എന്ന് ടിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഈ 6 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് അസസ്മെന്റ് ഇയർ ആണ് എന്നാണ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് എസ്റ്റിമേറ്റഡ് ഇൻകം ഫോർ വിച്ച് ദിസ് ഡിക്ലറേഷൻ ഈസ് മെയ്ഡ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബാങ്കിലാണ് 15G അല്ലെങ്കിൽ 15H ഫയൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 10 lakhs rupees ആണ് നിങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ 7% ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. അപ്പോൾ 70,000 ആണ് ഒരു വർഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ എസ്റ്റിമേറ്റഡ് ഇൻകം ഫോർ വിച്ച് ദിസ് ഡിക്ലറേഷൻ ഈസ് മെയ്ഡ് എന്നതിന് നേരെ നിങ്ങൾ 70,000 രൂപ ഈ ബാങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 70,000 രൂപയാണ് ഈ 7% ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്നത്. അപ്പോൾ 70,000 എന്നാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് എസ്റ്റിമേറ്റഡ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് ദ കോളം 16 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 70,000 രൂപ നിങ്ങൾക്ക് FD ഇട്ടിട്ട് വരുമാനം ഉണ്ട്. ഇത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൂടി ചേർത്ത് ടോട്ടൽ നിങ്ങളുടെ വരുമാനം എത്ര ഉണ്ടാകും എന്നാണ് അവിടെ എഴുതേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 70,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റിൽ നിന്നും ലഭിക്കുന്നുണ്ട്, കൂടാതെ 10,000 രൂപ നിങ്ങൾക്ക് മാസത്തിൽ മറ്റു വരുമാനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 1,20,000 രൂപ നിങ്ങൾക്ക് മറ്റു വരുമാനങ്ങളുണ്ട് പ്ലസ് 70,000. അപ്പോൾ 1,90,000 രൂപ അതാണ് നിങ്ങളുടെ ആ വർഷത്തെ എക്സ്പെക്റ്റഡ് വരുമാനം. അപ്പോൾ 1,90,000 രൂപ എന്നാണ് അവിടെ എഴുതേണ്ടത്. 18ാമത്തെ കോളത്തിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ കൊടുത്തതല്ലാതെ മറ്റെവിടെയെങ്കിലും ഫോം നമ്പർ 15G സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര 15G സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റെവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് രണ്ട് ബാങ്കുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 എന്ന് എഴുതുക. അവിടെ നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ നിൽ എന്ന് എഴുതിയാലും മതി. അടുത്തത് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഇൻകം ഫോർ വിച്ച് 15G ഫയൽഡ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഈ 15G പ്രകാരം, നമ്മൾ നേരത്തെ എക്സാമ്പിൾ പ്രകാരം 70,000 ആണ് വരുന്നത്. മറ്റ് 15Gകൾ പ്രകാരം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻകം, നിങ്ങൾ ഒരു 50,000 രൂപ നിങ്ങൾ മറ്റു 15G പ്രകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ 70,000 പ്ലസ് 50,000 1,20,000 രൂപ എന്നാണ് അവിടെ എഴുതേണ്ടത്. 19ാമത്തെ കോളത്തിൽ ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഫോർ വിച്ച് ദ ഡിക്ലറേഷൻ ഈസ് ഫയൽഡ്. അവിടെ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് നമ്പർ, നിങ്ങളൊരു ഡെപ്പോസിറ്റോ
അല്ലെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ നമ്പർ. അടുത്ത കോളത്തിൽ നേച്ചർ ഓഫ് ഇൻകം. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നേച്ചർ ഓഫ് ഇൻകം എന്നുള്ളത് ഇൻട്രസ്റ്റ് ആണ്. സെക്ഷൻ അണ്ടർ വിച്ച് ടാക്സ് ഈസ് ഡിഡക്റ്റബിൾ. അപ്പോൾ ഇൻട്രസ്റ്റിന് പ്രത്യേകിച്ച് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 80TTB പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 80TTB എഴുതാം. അതല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഡക്ഷൻ അവകാശപ്പെടാനായിട്ടില്ലെങ്കിൽ ആ കോളം ബ്ലാങ്ക് ആയിട്ട് വിടുക. എമൗണ്ട് ഓഫ് ഇൻകം, നിങ്ങൾ ഓരോ ഡെപ്പോസിറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം ആണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഫോമിന്റെ മേജർ കണ്ടന്റ്സ് കഴിഞ്ഞു. ഇനി വരുന്നത് ഡിക്ലറേഷൻ പാർട്ടാണ്. ഈ ഡിക്ലറേഷനിൽ വരുന്നത് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആണ് നമ്മളുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് ടാക്സബിൾ ലിമിറ്റിന് താഴെയാണ് എന്നുള്ളൊരു ഡിക്ലറേഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നത് IV എന്നതിന് ശേഷം നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം ദ പ്രീവിയസ് ഇയർ എൻഡിങ് ഓൺ എന്നുള്ള സ്ഥലത്ത് ഫിനാൻഷ്യൽ ഇയർ ആണ് എഴുതേണ്ടത്. നിങ്ങൾ 2021-22 ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് ഡിക്ലറേഷൻ കൊടുക്കുന്നതെങ്കിൽ 2021-22 എന്ന് എഴുതുക. അതിനുശേഷം റെലവന്റ് ടു ദ അസസ്മെന്റ് ഇയർ എന്നുള്ള സ്ഥലത്ത് 2022-23 എന്ന് എഴുതുക. അതായത് നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയറിന്റെ ഇൻകം അസസ് ചെയ്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അതിന്റെ അസസ്മെന്റ് ഇയറിലാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ കഴിഞ്ഞ് വരുന്ന അടുത്ത ഇയറിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 2021-22 പ്രീവിയസ് ഇയർ ആണെങ്കിൽ 2022-23 ആണ് അസസ്മെന്റ് ഇയർ ആയിട്ട് വരുന്നത്. സെയിം തന്നെയാണ് അടുത്ത കോളങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പ്രീവിയസ് ഇയർ എൻഡിങ് ഓൺ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ എഴുതുക. 2021-22 ആണെങ്കിൽ അത് എഴുതുക. ദെൻ അസസ്മെന്റ് ഇയർ ഒരു വർഷം കൂടുതലായിരിക്കും 2022-23 എന്ന് എഴുതുക. അതിനുശേഷം താഴെ പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതുക. സിഗ്നേച്ചർ ഓഫ് ദി ഡിക്ലറന്റ് എന്നുള്ളതിന് മുകളിലായിട്ട് സൈൻ ചെയ്യുക. ഇത്രയുമാണ് ഫോം നമ്പർ 15G അല്ലെങ്കിൽ 15H കണ്ടന്റ് ആയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോമാണ്. തെറ്റുകൂടാതെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ NBFCകൾക്കോ ഇത് സബ്മിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. TDSനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏതൊക്കെ വരുമാനങ്ങളിൽ എത്ര പെർസെന്റേജ് വെച്ചിട്ടാണ് ടാക്സ് പിടിക്കുക എന്നതിനെ കുറിച്ച്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇൻകം ടാക്സുകാർക്ക് നിങ്ങളെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്നതിനെ പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. ഇതുപോലുള്ള ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.